മഴക്കാലമായതോടെ ഗുണനിലവാരമില്ലാത്ത നടീൽ വസ്തുക്കൾ വിറ്റ് കർഷകരെ പറ്റിക്കുന്ന തട്ടിപ്പ് വ്യാപകമായി. 2 വർഷത്തിനുള്ളിൽ കായ്ക്കുന്ന തെങ്ങ്, പ്ലാവ്, മാവ്, ക്വിന്റൽ വാഴ തുടങ്ങിയ പരസ്യത്തോടെ വൻ തുക ഈടാക്കിയുള്ള കബളിപ്പിക്കലാണ് നടക്കുന്നത്. കുള്ളൻ തെങ്ങ്, ബഡ് ചെയ്ത പ്ലാവ്, മാവ് തുടങ്ങിയവയ്ക്ക് 250 മുതൽ 750 രൂപ വരെ വാങ്ങുന്നു. 5 വർഷം കഴിഞ്ഞാലും വിളവ് ലഭിക്കില്ല. ഗുണനിലവാരക്കുറവ് കാരണം മുരടിച്ച് നശിക്കും. ഏജന്റുമാർ വഴി നടത്തുന്ന തട്ടിപ്പ് കണ്ടിട്ടും കൃഷിവകുപ്പ് അനങ്ങുന്നില്ല. സമൂഹ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന ഏജൻസികളും സജീവമാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും പെട്ടെന്ന് കായ്ക്കുമെന്നുള്ള ആകർഷകമായ പരസ്യം കണ്ട് വലിയ ഓർഡർ നൽകി പണം അടയ്ക്കും. ഒന്നുകിൽ കാശ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത തൈകൾ ലഭിക്കും എന്നതാണ് പലരുടെയും അനുഭവം. 8 മാസത്തിനുള്ളിൽ 100 കായെങ്കിലുമുള്ള ഏത്തക്കുല ലഭിക്കുമെന്ന് പരസ്യപ്പെടുത്തി 50 രൂപ വരെ ഈടാക്കി തമിഴ്നാട്ടിൽ നിന്ന് കരിക്കൻ ബാധിച്ചതും മുരടിച്ചതുമായ വാഴവിത്ത് ഇടനിലക്കാരായ ഏജന്റുമാർ വഴി വ്യാപകമായി കേരളത്തിലെത്തുന്നുണ്ട്. സ്വർണ്ണമുഖി, മാരിക്കുള്ളൻ, ക്വിന്റൽ വാഴ അഥവാ 100 കിലോ തൂക്കം വരുന്ന കുല തുടങ്ങിയ പരസ്യങ്ങളിലൂടെ കർഷകരെ ആകർഷിക്കും. വളം ചെയ്ത് വളർന്നു കഴിയുമ്പോഴാണ് കരിക്കനാണെന്ന് മനസ്സിലാകുക. 2-3 പടല മാത്രമുള്ള പേട്ടുകുലയായിരിക്കും ലഭിക്കുക. 500 വിത്ത് വരെ വാങ്ങുന്ന കർഷകരുണ്ട്. തമിഴ്നാട്ടിലെ വാഴത്തോട്ടങ്ങളിൽ നിന്ന് തള്ളുന്ന 2ാം തരം വിത്തുകളാണിവ. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനത്തിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. അന്വേഷിച്ച് തമിഴ്നാട്ടിൽ ചെന്നാലും സ്ഥാപനങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. മഴക്കാലത്ത് കൃഷിവകുപ്പ് 2 പാക്കറ്റ് പച്ചക്കറി വിത്ത് മാത്രമാണ് നൽകുന്നത്. തമിഴ്നാട്ടിൽ നിന്നും മറ്റുമെത്തുന്ന ഗുണനിലവാരമില്ലാത്ത വിത്തുകൾ പരിശോധിച്ച് വിൽപ്പനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ഒരു സംവിധാനവും കൃഷിവകുപ്പിന് ഇല്ലാത്തതിനാലാണ് കർഷകർ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നത്. കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എബി ഐപ്പാണ് ഈ വിവരം ഇപ്പോൾ ചർച്ചാ വിഷയമാക്കിയത്.